പെർമനന്റ് ബ്ലോഡറി കഴിഞ്ഞു ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി 3 days കഴിഞ്ഞിട്ട് മാം വാഷ് ചെയ്താൽ മതി. 72 hours ആണ് നമ്മൾ പറയുന്നത്. ഇതിന്റെ ആഫ്റ്റർ കെയർ മാം ഉപയോഗിച്ചാലാണ് ഇതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ. ഞാൻ ആഫ്റ്റർ കെയർ കാണാം. ഷാമ്പു, കണ്ടീഷണർ, ഷാമ്പു, ഇതിന്റെ കണ്ടീഷണർ മാസ്ക് ആണ് വരുന്നത്. ഞാൻ ഓൺലൈനിൽ എടുത്തോളാം. ഓൺലൈനിൽ പറയാം. 3 days later. എന്റെ ഹെയർ ഞാൻ 3 ദിവസം മുന്നേ ഞാൻ പെർമനന്റ് ബ്ലോഡറി ചെയ്തു. എന്റെ ഹെയർ ഫുള്ള് കേളി ആയി, ഭയങ്കര ഡ്രൈയും ആയി. ഇത്ര പൈസ കൊടുത്ത് ഞാൻ ചെയ്തതല്ലേ, ഇതെന്താ ഇങ്ങനെ? 3 days മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 72 hours കഴിഞ്ഞിട്ടാണോ വാഷ് ചെയ്ത്? അല്ല. അപ്പൊ അത് പറഞ്ഞു തന്നിട്ടില്ലായിരുന്നോ? പറഞ്ഞായിരുന്നു. ആഫ്റ്റർ കെയർ വാങ്ങിയായിരുന്നോ? ഇല്ല, ഞാൻ ഓൺലൈനിൽ മേടിച്ചു. 72 hours കഴിയുന്നതിന് മുന്നെയാണ് ഇത് വാഷ് ചെയ്തത്. ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഈ ചെയ്തതിന്റെ ആഫ്റ്റർ കെയർ നിങ്ങൾ കറക്റ്റായിട്ട് സലൂണിൽ നിന്ന് വാങ്ങി കൊണ്ടുപോയില്ല. ഓൺലൈനിൽ മേടിക്കുന്നതൊന്നും നമുക്ക് ഒരിക്കലും ഒരു ഗ്യാരണ്ടി തരാൻ പറ്റില്ല. നിങ്ങൾ അതിന്റെ കൺസെന്റ് ഫോം ഒക്കെ സൈൻ ചെയ്തിട്ടല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്? സ്റ്റൈലിസ്റ്റ് എല്ലാം പറഞ്ഞു തന്നതല്ലേ? അപ്പൊ നിങ്ങളത് പ്രോപ്പറായ രീതിയിൽ അത് ഫോളോ അപ്പ് ചെയ്യാതെ മുടി നിങ്ങൾ ഇത്രയും എമൗണ്ട് കൊടുത്തിട്ട് ചെയ്തിട്ട് നിങ്ങളത് പ്രോപ്പറായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ആ റിസൾട്ട് നിങ്ങളുടെ ഹെയറിന് ഇത്രയും പോയിപ്പോയത്. നിങ്ങൾ ഓൺലൈനിൽ മേടിക്കുന്നത് ചിലപ്പം ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കാം. നമ്മളിപ്പോൾ ഏതോ ഒരു കമ്പനിയുടെ അല്ല, നമ്മൾ പ്രൊഫഷണൽ നമ്മളൊരു കമ്പനിയുടെ, നമ്മളിവിടെ ചെയ്യുന്നത് ഷാസ്കോപ്പാണ്, ലോറിയൽ, വെല്ല, നമ്മളങ്ങനെയുള്ള പ്രൊഡക്റ്റുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ തന്നെ ആഫ്റ്റർ കെയർ യൂസ് ചെയ്യണം. അത് സലൂണിൽ നിന്ന് തന്നെ മേടിക്കണം. ഓൺലൈനിൽ മേടിക്കുന്നതൊക്കെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്, നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിട്ട് വാഷ് ചെയ്താൽ മാത്രമേ ഇതിന്റെ റിസൾട്ടും കറക്റ്റ് ആവുള്ളൂ. പിന്നെ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പറഞ്ഞ ടൈമിന് മുന്നേ വാഷ് ചെയ്തു. ഈ 2 കാര്യം കൊണ്ടാണ് ഇതിന്റെ റിസൾട്ട് പോയത്.